നമസ്കാരം. ഒരു വശത്ത് കടുത്ത അധിക്ഷേപങ്ങളും തെരുവിൽ ഉയർന്ന ആക്രോശങ്ങളും, മറുവശത്ത് ഒടുവിൽ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളെയും ലോകത്തെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് ആ ഭരണാധികാരിയെടുത്ത മാസ്മരികമായ നിലപാട്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ തനിക്കെതിരെയും തന്റെ പരേതയായ അമ്മയ്ക്കെതിരെയും പോലും ചിലർ നടത്തിയ സമാനതകളില്ലാത്ത അസഭ്യവർഷങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ആ വീഡിയോയാണ് ഇപ്പോൾ രാജ്യത്ത് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും നേർമയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയെന്നോർത്ത് ശരിക്കും അത്ഭുതം തോന്നും. അതെ, നാം ഓരോരുത്തരും ചിന്തിച്ചു പോകാറുണ്ട്, എന്ത് ഭാഗ്യം ചെയ്യണം ഇങ്ങനെയൊരു പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിന് ലഭിക്കാൻ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പങ്കുവച്ച ആ വീഡിയോ റീൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖച്ഛായയെ തന്നെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത്. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള അദ്ദേഹം ജന്തർ മന്ദറിലെ സമരങ്ങളുടെ മറവിൽ ചില കുട്ടികൾ ഉപയോഗിച്ച വളരെ നിന്ദ്യവും അസഭ്യവുമായ വാക്കുകൾ തന്നെയും തൻ്റെ അമ്മയെയും എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് തുറന്നു പറയുന്നുണ്ട്. ഒരു സംസ്കൃത സമൂഹത്തിനും ഒട്ടും ചേരാത്ത ആ വാക്കുകൾ കണ്ടപ്പോൾ സമൂഹത്തിലുണ്ടായ രോഷം പൂർണ്ണമായും തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ പോലും പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നതിന് പകരം ആ കുട്ടികൾക്ക് വഴിതെറ്റിപ്പോയതാണെന്നും അവരെ ശിക്ഷിക്കുന്നതിനോ കോടതി കയറ്റി ഇറക്കുന്നതിനോ പകരം സ്നേഹത്തോടെയും ക്ഷമയോടെയും തിരുത്തി ശരിയായ പാത കാണിച്ചു കൊടുക്കേണ്ട സമയമാണിതെന്നുമാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ നാവ് പല്ലിനിടയിൽപ്പെട്ട് മുറിയുമ്പോൾ നമ്മൾ പല്ലടിച്ച് കൊഴിക്കാറില്ല. കാരണം പല്ലും നാവും നമ്മുടേത് തന്നെയാണ് എന്ന് അദ്ദേഹം ഉദാഹരിച്ചപ്പോൾ അത് കേൾക്കുന്ന ഓരോ സാധാരണക്കാരൻ്റെയും മനസ്സിൽ വലിയ സന്ദേശമാണ് പതിഞ്ഞത്. തനിക്ക് നേരെ വിദ്വേഷവും വെറുപ്പും പടർത്തി അപകീർത്തിപ്പെടുത്താൻ നോക്കിയവരോട് തനിക്ക് യാതൊരുവിധ വിരോധവുമില്ലെന്നും മറിച്ച് വഴിതെറ്റിപ്പോയ ആ കുട്ടികളെ ചേർത്തുപിടിച്ച് നേർവഴിക്ക് നടത്തുകയാണ് വേണ്ടെന്നും അദ്ദേഹം തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറം ഏവരുടെയും കണ്ണു നനയിക്കുന്ന ആ വലിയ മനസ്സിനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി എത്ര വലിയ ശത്രുതയുള്ളവർക്കും ഒരേ സമയം അംഗീകരിക്കേണ്ടി വരുന്ന ഈ മനുഷ്യ സ്നേഹം സോഷ്യൽ മീഡിയയിൽ വൻ തോതിലാണ് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ച വീഡിയോയിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ജന്തർ മന്ദറിൽ എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യവും ലോകവും കണ്ടതാണ്. ചില കുട്ടികൾ വളരെ നിന്ദ്യവും അസഭ്യവുമായ വാക്കുകൾ ഉപയോഗിച്ചു. എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. എൻ്റെ പരേതയായ അമ്മയെപ്പോലും അധിക്ഷേപിച്ചു. സമൂഹത്തിലുണ്ടായ രോഷം എനിക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പെൺമക്കൾ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വലിയൊരു സാംസ്കാരിക ആഘാതമാണ്. എങ്കിലും ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. വഴിതെറ്റിപ്പോയ അവരെ നേർവഴിക്ക് നയിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചെറുപ്പത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരവും ആ പ്രായം നൽകുന്നുണ്ട്. അവരെ ശിക്ഷിക്കുന്നതും കോടതി കയറ്റി ഇറക്കുന്നതും സമൂഹത്തിൽ വേട്ടയാടുന്നതും കൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എനിക്ക് അവരോട് ക്ഷമിക്കണമെന്നാണ് ആഗ്രഹം. സമൂഹവും ഇത് സ്വീകരിക്കണം. ഇതിൽ നിന്ന് 2-3 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ജന്തർ മന്ദർ സമരത്തിൽ വളരെ മോശമായ രീതിയിൽ തന്നെയും തൻ്റെ അമ്മയെയും മലയാളിയായ ജാൻമണി അടക്കമുള്ളവർ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സാധാരണ രാഷ്ട്രീയ നേതാവല്ല. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയും ലോകാരാധ്യനായ നേതാവുമാണ് അദ്ദേഹം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് നിരവധി വർഷങ്ങളായി 1-ാം സ്ഥാനത്ത് തുടരുന്ന അദ്ദേഹത്തിന് തന്റെ ജനപിന്തുണയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമൂഹത്തോട് പറഞ്ഞത് കുട്ടികൾ ചെയ്തത് തെറ്റാണെങ്കിലും താൻ അവരോട് ക്ഷമിക്കുകയാണെന്നും നിങ്ങളും അവരോട് ക്ഷമിക്കണമെന്നുമാണ്. രാഷ്ട്രീയമായി വിയോജിക്കാനും ഗവൺമെന്റിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാനും ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുന്നതും മാന്യതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്നതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമായിരുന്നു. സമരത്തിന്റെ മറവിൽ അഴിഞ്ഞാടിയ കൊടും ക്രിമിനലുകളും മോശമായ രീതിയിൽ പോസ്റ്ററുകൾ പിടിച്ചുകൊണ്ട് നിന്നവരും ഇന്ന് ഡൽഹി പോലീസിന്റെയും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഫേഷ്യൽ സ്കാനിങ്ങിലും ക്യാമറ കണ്ണുകളിലും പൂർണ്ണമായും കുടുങ്ങിയിരിക്കുകയാണ്. അവർക്ക് നിയമപരമായ ശിക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് നിഷ്പ്രയാസം സാധിക്കും. എന്നാൽ അപ്പോഴും യഥാർത്ഥ വിദ്യാർത്ഥി സമൂഹത്തെയും വഴിതെറ്റിയ യുവതലമുറയെയും വേട്ടയാടാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. താൻ ജീവിക്കുന്നത് നിങ്ങൾക്കായാണെന്നും നിങ്ങളുടെ തിളക്കമാർന്ന ഭാവിക്കായാണ് തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വെറും വാക്കുകളല്ല,
മറിച്ച് രാജ്യത്തോട് തനിക്കുള്ള സമ്പൂർണമായ ആത്മാർത്ഥതയാണ് വെളിപ്പെടുന്നത്. ഇന്ന് പ്രധാനമന്ത്രി എടുത്ത ഈ മാതൃകാപരമായ നിലപാടിനെതിരെയും പല കോണുകളിൽ നിന്നും അസൂയ നിറഞ്ഞ പ്രതികരണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും രാജ്യത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഇത് വലിയ കയ്യടിയോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. വരും തലമുറയ്ക്ക് സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ പാഠമാണ് അദ്ദേഹം ഇതിലൂടെ പഠിപ്പിച്ചു നൽകിയിരിക്കുന്നത്. അധിക്ഷേപവും വെറുപ്പിന്റെ ഭാഷയും ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമാകില്ലെന്നും മറിച്ച് സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും മാത്രമേ ശത്രുക്കളെ പോലും നേർവഴിക്ക് നയിക്കാൻ സാധിക്കൂ എന്നുമുള്ള സത്യമാണ് നരേന്ദ്രമോദി വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. വിദ്വേഷത്തിന്റെ പുകമറകൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ നോക്കുന്നവർക്ക് മുഖത്തേറ്റ വലിയൊരു അടിയായാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം അവസാനിപ്പിച്ച് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിലൂടെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാനുള്ള അടിയുറച്ച പ്രതിജ്ഞയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. വഴിതെറ്റി സഞ്ചരിക്കുന്നവർക്ക് തിരുത്താൻ ഒരവസരം കൂടി നൽകിക്കൊണ്ട് രാജ്യത്തെ സ്നേഹത്തിന്റെ ചരടിൽ കോർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അസഹിഷ്ണുതയുടെയും വിഭാഗീയതയുടെയും കാലഘട്ടത്തിൽ ഇത്തരം ഉയർന്ന രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഈ രാജ്യത്തെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഈ മാതൃകാപരമായ ഇടപെടൽ വരും നാളുകളിൽ വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. രാഷ്ട്രീയ അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന ഈ കാഴ്ച വരും തലമുറകൾക്ക് വലിയൊരു പാഠമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിശാലമായ കാഴ്ചപ്പാടിലൂടെ രാജ്യത്തെ നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ മാതൃക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്തസ് തന്നെ വർദ്ധിപ്പിക്കുന്നു. പ്രതിസന്ധികളെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയും പുഞ്ചിരിയോടെ നേരിട്ടുകൊണ്ട് രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി മാത്രം തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചിരിക്കുന്ന ഈ ഭരണാധികാരി ലോകത്തിന് തന്നെ ഇന്ന് വലിയൊരു അത്ഭുതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു ദിശാബോധം നൽകിക്കൊണ്ട് പ്രതിസന്ധികളെയും വിമർശനങ്ങളെയും സ്നേഹത്തിന്റെ കരുത്തുകൊണ്ട് അതിജീവിക്കാമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. സഹിഷ്ണുതയുടെയും മാനവികതയുടെയും ഈ പുതിയ പാത വരും തലമുറകൾക്ക് വലിയൊരു പ്രചോദനമായി മാറുമെന്നതിൽ സംശയമില്ല. വെറുപ്പിന്റെയും അകൽച്ചയുടെയും ഭിന്നതകൾ അവസാനിപ്പിച്ച് ഏവരും ഒത്തൊരുമയോടെ രാഷ്ട്ര പുരോഗതിക്കായി കൈകോർക്കേണ്ടതിന്റെ സന്ദേശമാണ് ഈ ചരിത്രപരമായ ഇടപെടൽ ലോകത്തിന് നൽകുന്നത്. ഭാരതത്തിന്റെ യശസ് കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കാൻ ഇത്തരം ഉദാര സമീപനങ്ങൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. രാജ്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്കും സുസ്ഥിരമായ ഭാവിയിലേക്കും നയിക്കുന്ന ഇത്തരം സത്ചിന്തകൾ ഏവരുടെയും ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.